ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലെ ഏറ്റവും കൂടുതലും ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് EV സെക്ടർ. EVയുടെ പോർഷൻ വരുമ്പോഴത്തേക്ക് കാറുകൾക്ക് കുറേ കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ്സ് തന്നെയാണ് നല്ല രീതിയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യൻ ബ്രാൻഡ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ ടാറ്റ അതുപോലെ മഹേന്ദ്ര പോലെയുള്ള വാഹനങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് ഇൻട്രോ പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മഹേന്ദ്രയുടെ ഒരു വണ്ടിയാണ്. മഹേന്ദ്രയുടെ XUV 3XO EV എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഏതായാലും ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഓട്ടോ സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. XUV 3XOയുടെ ലുക്സ് നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോർമലി നമ്മൾ ഈ ഒരു ലുക്ക് കണ്ടിട്ടുണ്ട്. അതായത് EV വേർഷനിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഇതിന് മുമ്പ് ഒരു പെട്രോൾ വേരിയൻ്റ് ഉണ്ട്. ആ പെട്രോൾ വേരിയൻറ്റിൻ്റെ സെയിം ലുക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ആ ഒരു വാഹനത്തെക്കുറിച്ച് കൂടി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏകദേശം ഇത് കാണുമ്പോൾ അതിൻ്റെ ലുക്ക് വൈസ് ഉള്ള കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും ഒക്കെ ഓൾമോസ്റ്റ് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസും ഈ ഒരു വണ്ടിയുടെ രീതിയും ഒക്കെ മൊത്തത്തിലൊരു മാറ്റമുണ്ട്. ഇതൊരു പുതിയ വാഹനമായിട്ട് തന്നെ കണക്കാക്കാം. ഏതായാലും രണ്ട് വാഹനങ്ങളും കമ്പയർ ചെയ്യുമ്പോഴും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു ഓപ്ഷനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ എക്സ്പ്ലനേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇതിൻ്റെ ഫ്രണ്ട് ലുക്സ് നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. ഹെഡ്ലൈറ്റ്സ് അതോടൊപ്പം തന്നെ ഈ ഫ്രണ്ട് പോർഷണൽ ലുക്കാണ്. ഈ ഫ്രണ്ടിൻ്റെ ഒരു ഗ്രിൽ പാറ്റേൺ മാറിയിട്ട് ടോട്ടലി ആ ഗ്രില്ല് താഴേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വെർഷനേക്കാളും ചെറിയ ഡിഫറൻസ് ഈ പോർഷനിലായിട്ട് വരുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഭാഗം അത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തൊന്നും ഗ്രിൽസ് വരാതെ താഴെ മാത്രമാണ് ഒരു എയർ ഡക്റ്റ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ളത്. പിന്നെ ഇതിൻ്റെ സ്കിൽ പ്ലേറ്റ്സും ആ ബമ്പ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ അറിയാം ഈ ഒരു മഹേന്ദ്രയുടെ ലോഗോയും അതിൻ്റെ ഒരു സൈഡിലേക്കുള്ള ലൈൻസ് എല്ലാം സാധാരണ നമ്മൾ പെട്രോൾ വേരിയൻ്റൊക്കെ കാണുമ്പോൾ ഒരു ക്രോം ലുക്കിലാണ് വരുന്നത്. ഒരു മെറ്റാലിക് കളറാണ്. അത് മാറിയിട്ട് ഇപ്പോൾ ഒരു കോപ്പർ ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല ഈ വണ്ടിയുടെ പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള കോപ്പർ ഫിനിഷിൻ്റെ ലൈനിങ്സ് നമുക്ക് കാണാൻ പറ്റും. അതൊരു പുതുമയുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് EV എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ടാറ്റയ്ക്ക് ഒരു ബ്ലൂ കളറൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. EV എവിടെ നമുക്ക് കണ്ടാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ മഹേന്ദ്രയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഒരു ഫിനിഷിങ്, അതായത് കോപ്പർ കളർ കൊടുത്തിട്ടുള്ളത്. അത് ഈ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം വരുമ്പോൾ തന്നെ ഇവിടെയും ആ ഒരു കോപ്പർ ലൈനിങ്സ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DRL വന്നിട്ട് ഈ DRL വളരെ അട്രാക്റ്റീവാണ്. ഇപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ ഈ DRL നമ്മൾ ഓണാക്കി ഇടുമ്പോഴത്തേക്ക് ഭയങ്കര രീതിയിലുള്ളൊരു മാസ് ഫീൽ കിട്ടുന്ന ഒരു ലുക്കാണ്. അതിപ്പോൾ ഈ XUV സീരീസിൻ്റെ എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതൊരു കോമൺ ട്രൈഡായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരു പ്രൊജക്ടർ പോർഷനാണ് വരുന്നത്. അതിൻ്റെ ഇതുപോലെ വരുന്നത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് സപ്പോർട്ടിങ് ലാംപ്സ് ഒക്കെ ഉണ്ട്. ആ ഒരു പൊസിഷനിങ് ലാമ്പ് എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്ട്രക്ചർ തന്നെ ഒരു പ്രത്യേകം ഒരു XUV സീരീസിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇതിലൊരു 360 ഡിഗ്രി ക്യാമറയുടെ ഡീറ്റെയിലും കൂടി വന്നിട്ടുണ്ട്. അത് സാധാരണ ഈ ഒരു കാറ്റഗറി വാഹനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ബോണറ്റിലേക്ക് വരുമ്പോൾ ക്യാരക്ടർ ലൈൻസ് എല്ലാം അതേപടിയാണ്. ഒരു 3XO സീരീസിൻ്റെ അതേ ലുക്സിലേക്കാണ് ഇത് മാറിയിട്ടുള്ളത്. പിന്നെ ഒരു ടോട്ടലി നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു XUV ഒരു ബമ്പി ഫീലുള്ള വണ്ടിയാണ്. പക്ഷേ ഈ SUV സീരീസിൻ്റെ ഒരു കോമ്പാക്ട് SUV അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ വാഹനത്തിൻ്റെ ഒരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് മനസ്സിലാവുന്ന വണ്ടിയെക്കുറിച്ച്. XUV 3XOയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിന് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡ് ലുക്സ് നോക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മാത്രമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു EV ആണ്. EV ആയിട്ട് വരുമ്പോൾ അതിനൊരു പെട്രോൾ വണ്ടിയുടെ ഒരു ക്യാരക്ടർ ഇതിൽ പലയിടത്തും കാണുന്നുണ്ട്. EV എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഈ EV എന്നുള്ളൊരു ബാഡ്ജിങ് ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്. അത് കണ്ടാൽ മാത്രം നമുക്ക് വേണമെങ്കിൽ പറയാം ഇതൊരു EV ആണെന്ന്. അല്ലാതെ നോക്കുമ്പോൾ ഇതൊരു പെട്രോൾ കാറ് പോലത്തെ ഒരു ലുക്കുണ്ട്. അത്തരത്തിലൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള വാഹനങ്ങളുടെ ഒരു ലുക്സ് തന്നെയാണ്. ഏതായാലും പറഞ്ഞു വരുമ്പോൾ ഏറ്റവും വലിയ പ്രധാനമായി വരുമ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടലി ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു ബിഗർ SUV ടൈപ്പ് ഹൈറ്റ് ഒന്നുമല്ല. ഇതൊരു കോമ്പാക്ട് വാഹനമാണ്. ഒരു ഹാച്ചിനേക്കാളും കുറച്ചുകൂടെ ബിഗർ ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് വേണം നമുക്ക് കൺസിഡർ ചെയ്യാം അത്തരത്തിലുള്ള. പക്ഷേ ഇതിൻ്റെ ടയേഴ്സിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അറിയാം നമുക്കതിൻ്റെ ഈ ടയേഴ്സിൻ്റെ മുകളിലുള്ള ഇതിൻ്റെ ഒരു വീൽ ആർച്ചൊക്കെ നമുക്കൊരു SUV ഫീൽ തരുന്നുണ്ട്. അതായത് ഒരു കോമ്പാക്ട് SUV നമ്മൾ സാധാരണ
ആ ഒരു മിഡ് റേഞ്ചിൽ ടാറ്റ നെക്സോൺ ഒക്കെ പറയും പോലെ ടാറ്റ നെക്സോൺ EV ഒക്കെയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ്, ടയേഴ്സ് 17 ഇഞ്ച് അലോയ്സ് ആണ് ഇത് വരുന്നത്. സാധാരണ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഒക്കെയാണ് ഇതിൻ്റെ പെട്രോൾ വാഹനത്തിൽ വരുന്നത്, അതേ ഇത് തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഒരു എയറോ ഡിസൈനാണ്, അതായത് EVസിൽ പൊതുവേ കൊടുക്കുന്നത് കുറച്ചുകൂടെ ഫ്രിക്ഷൻ കുറയ്ക്കാനും കുറച്ചുകൂടെ വണ്ടിക്ക് ആ ഒരു റേഞ്ചൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലൊരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിലും ആ ഒരു ചെറിയ കാര്യങ്ങൾ കൂടി ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടാറ്റ പോലെ തന്നെ ഈ മഹീന്ദ്രയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു 215/55 സൈസാണ് ടയർ വരുന്നത്. ആ ഒരു 215 വൈഡറാണ്, 3 സെൻറ്റിമീറ്റർ വൈഡറായിട്ടുള്ള 3 മില്ലിമീറ്റർ വൈഡറായിട്ടുള്ള ടയേഴ്സാണ് ഇതിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഫ്രണ്ടും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അത് പുതിയൊരു കാര്യമൊന്നുമല്ല, ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ കാറുകൾക്കെല്ലാം അത്തരത്തിലുള്ള ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. പിന്നെ ORV മിറേഴ്സൊക്കെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ക്യാമറാസ് എല്ലായിടത്തും കണക്റ്റഡ് ആണ്. ഒരു 360 ഡിഗ്രി ക്യാമറയൊക്കെ ഈ വണ്ടിയിലുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ നിലനിർത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇനി ഇൻറ്റീരിയറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു റൂഫ് റെയിൽ വെക്കുന്നുണ്ട്. പ്രാക്ടിക്കലി ഉള്ള റൂഫ് റെയിലല്ല, പക്ഷേ ഒരു XUV ലുക്കും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പനോരമിക് സൺറൂഫാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റൂഫ് റെയിലൊക്കെ കണക്റ്റഡ് ആയി വരും. ആ ഒരു ബ്ലാക്കുമായിട്ടൊക്കെ മാച്ചായി വരുന്നുണ്ട് കളറിൻ്റെ കാര്യത്തിൽ. പിന്നെ കളേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഏകദേശം 6 കളേഴ്സുണ്ട്. അതായത് വൈറ്റ്, റെഡ്, അതോടൊപ്പം ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ഗ്രേ കളറുണ്ട്, പിന്നെ ബ്ലൂ ഷെയ്ഡ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള പിന്നെ ഒരു ഫോറസ്റ്റ് കളർ, ഒരു ഗ്രീൻ ടൈപ്പ് കളറുണ്ട്. ഇത്തരത്തിലുള്ള കളേഴ്സൊക്കെയാണ് ഇതിൽ വരുന്നത്. അതിൻ്റെയൊക്കെ പേരുകളൊക്കെ വേറെയാണ്, പക്ഷേ ഏതായാലും ഞാൻ ഈ പറഞ്ഞ കളേഴ്സൊക്കെയാണ് ഇതിൽ വരുന്നത്. അത്തരത്തിലുള്ള കളേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഒരു നമ്മൾ സാധാരണഗതിയിൽ കുറേ നാളായിട്ട് കണ്ടുവരുന്ന ഒരു പെട്രോൾ വാഹനം പോലത്തെ ഒരു ലുക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് EVയിലേക്ക് മാറുമ്പോൾ EVയുടെ ഒരു ലുക്കിലേക്ക് വരുമ്പോൾ ആ ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആ ഒരു മാറ്റം എന്ന് പറയുന്നത് വിസിബിളി അല്ലാത്തതുകൊണ്ട് ചില ആളുകൾക്ക് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഒരു വണ്ടിക്കൊക്കെ, അങ്ങനെ നോക്കുന്നു. പിന്നെ പില്ലേഴ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. റെഡ് ആയിട്ടുള്ള ടോൺ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല മാച്ചിങ് ആവുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ പിന്നെ ഡോ ഹാൻഡിലെല്ലാം ആ ഒരു കാറ്റഗറിയിലുള്ള പോലെയാണ്. പ്രത്യേകം ഒരു ക്രോമോ അല്ലെങ്കിൽ ആ ഒരു കളേഴ്സൊന്നുമല്ല, നോർമലി ആയിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അത്രയൊക്കെയാണ് നമുക്ക് പൊതുവേ ഈ ഒരു സൈഡ് പ്രൊഫൈൽ പറയുന്നത്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ചാർജിങ് പോർട്ടിൻ്റെ പോർഷൻ എവിടെയാണെന്ന്. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം സാധാരണഗതിയിലെല്ലാം പെട്രോൾ അടിക്കുന്ന വണ്ടികൾ പോലെ ആ ഫ്യൂൽ ലിഡിൻ്റെ ആ ഒരു സ്പേസിലൊക്കെയാണ് വരുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ടിലാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചാർജിങ് പോർട്ട് കാണാൻ പറ്റും. അതിൽ നമ്മൾ 2 ടൈപ്പ് പ്ലഗുകളുണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ചാർജർ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ഈ ചാർജിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വണ്ടിയിൽ സാധാരണഗതിയിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഒരു 50 മിനിറ്റ്സ് കൊണ്ട് തന്നെ 0 to 80 അങ്ങനെയൊക്കെ വരാൻ പറ്റും. ആ ഒരു ചാർജിങ് ടൈം കൊണ്ട് നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിന് യൂസ്ഫുള്ളാണ്. DC ചാർജേഴ്സാണ്. നോർമൽ AC ചാർജ് വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധാരണ 6.5 hours കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഫുൾ ചാർജായി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ചാർജിൻ്റെ കാര്യം, ചാർജിങ് ടൈം. പിന്നെ റേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മളിനി ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ എന്തായാലും ഓപ്പണായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഈ ചാർജിങ് ടൈം നമ്മൾ ഫാസ്റ്റ് ചാർജ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല. അത്രത്തോളം ഒരു അപ്ഡേഷൻ പൊതുവെ ഈ EV വാഹനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. XUV 3XOയുടെ EV വേരിയൻറ്റ് 2 വേരിയൻ്റായിട്ടാണ് വരുന്നത്. ഒന്ന് AX5ഉം ഒന്ന് AX7 ലക്ഷറിയാണ്. AX7 ലക്ഷറിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ അപ്ഡേഷൻസ് ഈ 2 വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്. പക്ഷേ സാധാരണ പെട്രോൾ വേരിയൻറ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ബേസ് എടുത്താലും ഇത് അടിപൊളിയാണ്. ഏതായാലും ഇതിൻ്റെ ആ ഒരു ബാക്ക് സ്പേസ് ആണ് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കണക്റ്റിംഗ് ലാമ്പാണ്. ഈ കണക്റ്റിംഗ് ലാമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹ്യുണ്ടായി മുതൽ കണ്ടു തുടങ്ങിയാണ്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ബാക്ക് കണക്റ്റിംഗ് ലാമ്പ്, ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് കത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ലാമ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. പാർക്ക് ലൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് ലൈറ്റ് നല്ല രസമായിട്ട് കാണാൻ പറ്റും. ഇത് ഫുള്ളി കണക്റ്റഡ് റെഡായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് കിട്ടും. ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളറിലെ വണ്ടിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ലുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാഡ്ജിങ് ഒക്കെ കാണുന്നുണ്ട്. XUV 3XO എന്ന് പറയുന്നുണ്ട്. EV ആണെന്ന് അവിടെ തന്നെ ആ ഒരു സൈഡിൽ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് പെട്രോൾ വണ്ടി അല്ലാന്ന്. സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവർക്ക് ഒരു പെട്രോൾ വണ്ടി വരുന്നതായിട്ട് മാത്രമേ തോന്നുള്ളൂ. ആ രീതിയിലാണ്. പിന്നെ താഴെ ബമ്പേഴ്സൊക്കെ ബ്ലാക്കാണ്. അതോടൊപ്പം സ്കിപ്പ് ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നോർമലി XUV ടൈപ്പ് വണ്ടികൾ വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ സൈഡിൽ ഒരു ലൈനിങ് വരുന്നതും നേരത്തെ പറഞ്ഞതുപോലെ ക്രോം അല്ല, പകരം ഒരു കോപ്പർ കളറാണ്. അതാണ് ഈ XUVയിലെ EV ആണ് എന്ന് നമുക്ക് ബോധിപ്പിച്ച് തരുന്ന ഒരു സൈൻ എന്ന് പറയുന്നത്. പിന്നെ നോർമലി ഉള്ള ഒരു ലുക്കും ടോട്ടലി ഒരു അട്രാക്റ്റീവായിട്ട് ലുക്കുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനാണ് മുകളിൽ വരുന്നത്. അത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. അത്രത്തോളം ഒരു വലിയ
ഹൈറ്റ് കൂടിയ ഒരു വണ്ടിയല്ല. അത് നമ്മുടെ സ്കോർപ്പിയോയുടെയൊക്കെ അടുത്ത് ഈ വണ്ടി കിടക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇതൊരു ചെറിയ വണ്ടിയാണ്. നോർമലായിട്ട് നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ റോഡ്സിൽ സിറ്റിയിലൊക്കെ ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാം. നമ്മുടെ ഈ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് സ്വിച്ച് ഉണ്ട്, നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം വെയിറ്റുള്ള ഒരു ബാക്ക് ഡോറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു കാറ്റഗറിയിലെ വണ്ടി മാത്രമല്ല, നമുക്ക് കാറ്റഗറിയേക്കാളും നമ്മൾ പറയുമ്പോൾ ഈ ബ്രാൻഡ്സ്, അതായത് മഹീന്ദ്ര, ടാറ്റ പോലെ ബ്രാൻഡ്സിൽ അത്യാവശ്യം ബോഡി വെയിറ്റ് ഉണ്ട്. ബോഡി നല്ല കുറച്ചുകൂടെ പവർഫുള്ളാണ്. അത് നമുക്ക് ഈ ഡോറ് തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അല്പം ആരോഗ്യമൊക്കെ വേണം. ഏതായാലും 364 ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. അത്രയും ലിറ്റേഴ്സാണ്, 364 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഫാമിലിക്ക് ഒരു വീക്ക് റൈഡിലും ഒരു ട്രാവലിങ്ങിനൊക്കെ ഒരു ടൂറിങ്ങിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ പോകാനായിട്ട് സാധിക്കും. അതിനുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളും, സീറ്റ് നമുക്ക് ബെൻഡ് ചെയ്തിടാം. ഏതായാലും അതിനുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ ചാർജറും കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഡോറ് നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഹെവിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടലി ഈ ഒരു വണ്ടി നമുക്ക് ഒരു SUV ഫീലിലൊക്കെ തരും. എന്നാലും ഒരു കോമ്പാക്ട് SUV ആണ്. ആ ഒരു കാറ്റഗറി വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു EV കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹേന്ദ്ര XUV 3XO EVയുടെ ഇൻറ്റീരിയർ പറയുമ്പോൾ ഒരു കുറച്ച് ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയുടെ ഫീലുണ്ട്. അതായത് ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതായത് സീറ്റിൽ വെൻറ്റിലേറ്റഡ് സീറ്റൊക്കെ ആയിരിക്കും. കുറച്ചുകൂടെ ബേസ് ആയിട്ടുള്ള വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. അത്രയേ ഉള്ളൂ പ്രത്യേകത. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു ഫീൽ എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് എല്ലാ വണ്ടികളും പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ചുറ്റും ഒരു ലെതർ റാപ്പ് ഉണ്ട്. അതൊരു ഫീലാണ്. വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ലതായിട്ട് തോന്നും. അതേപോലെ തന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ പുറത്തും ഇതേ ലെതർ മൗണ്ടിങ് ആണ് വന്നിട്ടുള്ളത്. ലെതർ കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ്. അത് നല്ലൊരു പ്രീമിയം ഫീല് നന്നായിട്ട് തരുന്നുണ്ട്. സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോഡിയൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത് പൊതുവേ ഉള്ള വണ്ടികളിൽ. അപ്പോൾ അതൊരു ചേഞ്ചായിട്ടും കുറച്ചുകൂടെ പ്രീമിയമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഭാഗത്തും തൊട്ട് താഴെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു പീസുണ്ട്. അത് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല ഭംഗിയാണ്. ചെറിയ രീതിയിലുള്ള ഡോട്ടഡ് സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡിസൈൻ വൈസിലൊക്കെ ഒരു കുറച്ച് രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ ഒരു ബീച്ച് കളറിലുള്ള പ്ലാസ്റ്റിക് ബോഡിയാണ്. അത് നോർമൽ പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. തൊട്ട് താഴെ തന്നെ നമുക്ക് ഗ്ലൗ ബോക്സ് ഉണ്ട്. ലൈറ്റൊക്കെ ഉള്ള ഗ്ലൗ ബോക്സ് ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. കൂൾഡ് ഗ്ലൗ ബോക്സ് ഒക്കെയാണ്. ഇതൊക്കെ നോർമലായിട്ടെല്ലാം വണ്ടിയും കാണുന്ന പോലെ തന്നെ. പിന്നെ ഇതിൽ സ്റ്റിയറിംഗ് വീൽസിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിന് വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ സ്വിച്ചസ് എല്ലാം മൗണ്ടഡ് ആണ് ഓൾറെഡി സ്റ്റിയറിംഗിൽ. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ലോങ് ഡ്രൈവിന് പോകുമ്പോൾ ക്രൂയിസ് കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് സൈഡിലുണ്ട്. ഹെഡ്ലൈറ്റ് പൊസിഷനിങ് ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അതിന് ഈ ഡിസ്പ്ലേ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ്. നല്ല രീതിയിൽ കാണാൻ പറ്റും. നല്ലൊരു പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ താഴേക്ക് വരുമ്പോൾ ഒരു പഴയ ടിപ്പിക്കൽ മഹീന്ദ്ര വണ്ടി പോലെ തന്നെയാണ് ആ ഒരു AC-യുടെ ഡീറ്റെയിലിങ്ങും അതുമായി ബന്ധപ്പെട്ട ആ ഒരു സ്വിച്ച് ഗിയറും ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ എന്നാലും അത്യാവശ്യം പ്രീമിയം അല്ലാത്തൊരവസ്ഥയൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലുക്ക് തന്നെയാണ്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് 65 വാട്ടിൻ്റെ ഒരു USB-C ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട്. അതോടൊപ്പം A ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട്. ഇതെല്ലാം പോരാഞ്ഞിട്ട് തൊട്ട് താഴെ തന്നെ നമുക്കൊരു ഇൻഡക്ഷൻ ചാർജിങ് ഒരു ഫെസിലിറ്റി ഉണ്ട്. അതായത് വയർലെസ് ചാർജിങ് ആണ് നമുക്കുണ്ട്. വേറെ വാഹനങ്ങളുടെ ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ കാണുന്നതാണ്, പതിവായിട്ടുള്ളതാണ്. പിന്നെ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഇത് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഗിയർ നോബൊക്കെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ലുക്കാണ്. ഒരു കോക്ക്പിറ്റ് ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് ടോട്ടലി. പിന്നെ രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കീ കാണുകയാണെങ്കിൽ ഇവിടെയും ക്രോമാണ് ഫിനിഷ് കൊടുത്തിട്ടുള്ള കീയിൽ. ആ കീയിൽ ക്രോം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. സാധാരണ ആ ഒരു XUVസിൽ ഈ മഹേന്ദ്രയുടെ വേരിയൻറ്റുകളിൽ ഒരു കോപ്പർ കളർ കൊടുക്കുന്നത് EV ആണെന്ന് കാണിക്കാനാണ്. അങ്ങനെയാണ് നോക്കുക കീയിൽ പോലും അത് പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷേ കീയിൽ കൂടെ തന്നെ ഇതിൻ്റെ കീ ടോട്ടലി ഉണ്ട്. അതായത് വയർലെസ് ആണെങ്കിലും അതോടൊപ്പം കീലെസ് എൻട്രി ആണ് വണ്ടിക്കെങ്കിലും നമുക്കത് കീ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നോർമൽ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ഇപ്പോൾ ഒരു ട്രേ ഉണ്ട്. അത്യാവശ്യം കീയും സാധനങ്ങളൊക്കെ ഈ ട്രേക്കകത്ത് യൂസ് ചെയ്യാം. ഹാൻഡ് ഹോൾഡിങ്ങിനുള്ള സ്പേസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാർക്കിംഗ് സ്വിച്ചസ് വരുമ്പോഴത്തേക്ക് ഓട്ടോ ഹോൾഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പാർക്കിംഗ് നമുക്ക് സ്വിച്ച് യൂസ് ചെയ്തിട്ട് പാർക്കിംഗ് വരും. അത് സാധാരണ ഇതിലുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഒരു മാറ്റമാണ്. അതൊക്കെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു ഫീൽ എന്നൊക്കെ പറയുന്നത് കുറച്ച് ബക്കറ്റ് ടൈപ്പ് സീറ്റൊക്കെയാണ്.
ഇത് വെന്റിലേറ്റഡ് സീറ്റാണ് ഈ ഫ്രണ്ട് രണ്ടെണ്ണം വന്നിട്ടുള്ളത്. ബാക്കി ബാക്കിലേക്ക് വരുമ്പോൾ നോർമലാണ് വരുന്നത്. ഇത് ഹൈ എൻഡ് വേരിയൻറ്റ്, ഈ ലക്ഷറി വേരിയൻറ്റിലാണ് വരുന്നത്. തൊട്ട് ബാക്കിലുള്ള വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് സീറ്റിൽ വെന്റിലേഷൻ ഉണ്ടാവുന്നില്ല. പിന്നെ നമുക്കിതിൻ്റെ സ്പീഡോമീറ്ററും കാര്യങ്ങളും നോക്കുമ്പോൾ ഫുള്ളി ഡിജിറ്റലാണ്, ഒരിക്കലും അനലോഗ് ആയിട്ടില്ല, ഫുള്ളി ഡിജിറ്റലായിട്ട് വരുന്നുണ്ട്. പക്ഷേ കാണാൻ വളരെ ഭംഗിയുള്ള രീതിയിലുള്ള ഒരു സെക്ഷനാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് മോഡ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ആ മോഡ്സൊക്കെ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ഒരു ഇക്കോ മോഡുണ്ട്, കുറച്ചുകൂടെ പവർ മോഡുണ്ട്, ഒരു സ്പോർട്സ് ഫിയർലെസ് എന്ന് പറഞ്ഞ ഒരു മോഡിലേക്ക് പോകുമ്പോൾ നല്ല പെർഫോമൻസ് ആയിരിക്കും, പക്ഷേ റേഞ്ച് കുറയും. അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 285 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടിയുടെ റേഞ്ച് കമ്പനി പറയുന്നത്. റിയൽ ടൈം റേഞ്ചാണ്. അതായത് 285 എന്ന് പറയുന്നത് എക്സാക്ട്ലി അത് തന്നെ കിട്ടും, അല്ലെങ്കിൽ അതിനടുത്ത് തന്നെ കിട്ടും, അല്ലാതെ തീരെ ഡ്രോപ്പ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുണമൊക്കെ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ്, ബാറ്ററി പവറും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിനെ അങ്ങനെ കണക്കാക്കാൻ പറ്റും. പിന്നെ നോർമലി ഹെഡ് റൂം ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പനോരമിക് സൺറൂഫാണ് ഈ വണ്ടിയിലേക്ക് വരുന്നത്. അതും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കുറച്ച് വൈഡർ ആയിട്ടുള്ള സൺറൂഫാണ്. ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ അതും നല്ല രീതിയിലുള്ള ഒരു കാഴ്ചയാണ് തരുന്നത്. കാരണം ഈ ഒരു സൺറൂഫ് നോർമലി ഒരു സിംഗിൾ പ്രസ് വരുമ്പോഴത്തേക്ക് ഗ്ലാസ്സിന് അടിയിലുള്ള ഒരു പോർഷൻ മൂവ് ചെയ്യും. നമുക്ക് ഫുള്ളി പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് ഓപ്പൺ ആയിട്ട് വരും. അത്രയും നല്ല രീതിയിലുള്ള ഒരു ലുക്ക് വൈസ് ഒരു ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സൺറൂഫും കാര്യങ്ങളും വരുന്നത്. ബാക്കി ഈ ഒരു സൺറൂഫിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ റിയർ വ്യൂ മിററെല്ലാം ഇലക്ട്രോണിക് അസിസ്റ്റൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഡോർ പോക്കറ്റ്സിലേക്ക് വരുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡോറിൽ കുറച്ചുകൂടെ ഒരു ബോട്ടിലൊക്കെ വയ്ക്കാൻ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. സാധാരണ ഒരു 1 ലിറ്ററൊക്കെയാണ്, അത് പോയിട്ട് ഒരു 2 ബോട്ടിലൊക്കെ വയ്ക്കാം. അത്യാവശ്യം സ്പേസ് വേറെയും സാധനങ്ങൾ വയ്ക്കാനായിട്ടുള്ളുണ്ട്. അങ്ങനെയുള്ള ഒരു പോക്കറ്റും ആയിട്ടുള്ള ട്രേസൊക്കെ ആയിട്ടുള്ള സ്പേസ് അതിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. നമുക്കൊരു ബിഗർ കാർ ഫീൽ നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്ലാൻഡഡ് ഒരു സ്റ്റൈലിലൊക്കെയാണ് നമുക്കൊരു കോമ്പാക്റ്റ് SUV കിട്ടുന്ന എല്ലാ ഒരു ഫീലും നമുക്ക് ഈ വണ്ടിക്കുള്ളിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ പോർഷനിലേക്ക് വരുമ്പോൾ. ഇനി ബാക്കിലിരുന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതിൽ പാസഞ്ചറിന് എത്രത്തോളം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും, ഇതിൻ്റെ ട്രാവലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കിനി അതിലേക്ക് കിടക്കാം. XUV 3XOയുടെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്. നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് വേണം, സീറ്റ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കണം എന്നൊക്കെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആവുന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാരണം നമുക്കൊരു ഹൈറ്റ് ഉള്ള ഒരാൾക്ക് പോലും നോർമലായിട്ടൊരു നല്ല ഹെഡ് റൂം ഉണ്ട്. പിന്നെ പനോരമിക് സൺറൂഫ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇതുവരെ ഓപ്പൺ ആവും, അല്ലെങ്കിൽ ഹാഫ് വരെ ഓപ്പൺ ആവുന്നുള്ളൂ. പക്ഷേ അതും അത്യാവശ്യം നല്ലതാണ്. പിന്നെ നോക്കുമ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ ഈ സീറ്റ്സ് കാണുമ്പോൾ നമുക്കറിയാം നല്ല വൈഡറായിട്ടുള്ള സീറ്റൊക്കെയാണ്. ഒരു ഫുള്ളി ഗ്രോൺ അഡൽട്ട്സ് ആയിട്ടുള്ള 2 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം, 3 പേർക്ക് നോർമലായിട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അതായത് ഇതിനെ ഒരു ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് കൂടിയുണ്ട്. നമുക്കത് 2 പേര് മാത്രമാണെങ്കിൽ ഹാൻഡ് റെസ്റ്റ് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെഡ് റെസ്റ്റ് 3 ബാക്കിലുണ്ട്, അതുകൊണ്ട് അതിനും ഒരു ബുദ്ധിമുട്ടില്ല. ഫ്രണ്ട് ഡ്രൈവറും ഒരു പാസഞ്ചറുമായിട്ടുള്ള 2 പേർക്കുള്ള ഹെഡ് സ്പേസ് കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഹെഡ് ഭാഗമായിട്ട് വരുമ്പോൾ നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാം ടോട്ടലി സാധാരണ ബാക്കിലേക്ക് വരുമ്പോഴുള്ള കുറവുകളൊന്നും ഉണ്ടായിട്ടില്ല, അത് നികത്തിയിട്ടുണ്ട്. ഏതായാലും അതോടൊപ്പം തന്നെ വേറെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ വയ്ക്കാനുള്ള ഒരു ചെറിയ ഒരു പോക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ AC വെൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ACയുടെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 2 സൈഡിലേക്കും AC വെൻസ് ആ ടെമ്പറേച്ചർ മനസ്സിലാക്കി അതനുസരിച്ച് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾഡ് ആയിട്ട് വരുന്നതാണ്. അറ്റ് എ ടൈം 2 പോർഷനിലേക്കും ആ AC അതനുസരിച്ച് നമുക്ക് കൂളിംഗ് തരുന്നതാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതിനുള്ള നോബും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലേക്ക് നമുക്ക് യൂസാണ്. ബാക്കിൽ വരുമ്പോഴും AC വെൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചാർജിങ് പോർട്ട്, ഒരു C-ടൈപ്പ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ 12 വാട്ടിൻ്റെ ഒരു സ്ലോട്ട് കൂടി നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട്. റിയർ AC വെൻ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോങ് റൈഡ്സിന് ഒരു ടോട്ടലി 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും. ലെഗ് റൂമിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു ഹൈറ്റുള്ള ഒരാൾക്കും വലിയ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ പറ്റും. കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഫ്രണ്ടിലുള്ള ആളുടെ ആ സീറ്റ് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ ഒരു ഓക്കെ ഫീലാണ്. അത്തരത്തിലുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്പേസും കാര്യങ്ങളും. സീറ്റിൻ്റെ ഒരു ലെങ്ത് ആയാലും നമുക്ക് കുറച്ചുകൂടെ തൈ റെസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള കാല് കുറച്ചുകൂടെ സമാധാനപരമായിട്ട് ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലെങ്ത് ഇതിനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളാണ്. പക്ഷേ ഒരുപാട് സ്ലാൻഡഡ് അല്ല, കുറച്ചുകൂടെ ഉയർന്നിരിക്കുന്ന രീതിയിലുള്ള സീറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള കംഫർട്ടബിളിൻ്റെ അല്ലാത്തതായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു കാറ്റഗറി വണ്ടി വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അല്ലാത്ത കുറച്ചുകൂടി കംഫർട്ടബിളാണ്, ഒരു ലക്ഷറി ഫീൽ വേണമെങ്കിൽ നമുക്കൊരു സിഡാൻ
പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു ബിഗർ XUV അല്ലെങ്കിൽ SUV പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ ഇത് മോശമല്ലാത്ത ഒരു സ്പേസും ഫെസിലിറ്റീസും ഒക്കെയാണ് ഈ വണ്ടിയിൽ കിട്ടിയിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഒരു റൈഡ് ഫീൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്മൂത്ത് റൈഡർ ഫീലാണ്. ജസ്റ്റ് നമ്മൾ വണ്ടി പിക്കപ്പ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു സാധാരണ ഒരു നോർമൽ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി. അതായത് ഇതിൻ്റെ ഒരു എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മോഡിലേക്ക് പോകുമ്പോൾ അതൊരു നോർമൽ മോഡ് തന്നെയാണ്. പിന്നെ ഒരു കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ മോഡുണ്ട്. അതോടൊപ്പം ഒരു കുറച്ചുകൂടെ മോഡ് ചേഞ്ച് ചെയ്ത മോഡാണ് ഫിയർലെസ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. അതായത് നമുക്ക് ഒട്ടും ഭയമില്ല എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഫീല്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഏത് ടൈപ്പ് ഓഫ് റോഡിലേക്ക് ഓടാം. ഗ്രൗണ്ട് ക്ലിയറൻസ് മോശമല്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു SUV ഫീലാണ്. പിന്നെ ഇതിന് റീജനറേഷൻ മോഡിലേക്ക് ഇട്ട് നമുക്ക് ഓടാൻ പറ്റും വണ്ടി. പിന്നെ ബ്രേക്കൊക്കെ ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള ബ്രേക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ADAS ഫീച്ചർ നല്ല രീതിയിലുണ്ട് ഈ വണ്ടിക്ക്. അതായത് ADAS ഫീച്ചർ ഉള്ളതുകൊണ്ട് ADAS ലെവൽ 2 ആണ്. നമുക്ക് ഈ പെഡസ്ട്രിയൽ വാക്ക് ചെയ്യുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് വണ്ടി സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു ഇതിന് ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നോർമൽ EV വാഹനങ്ങൾ ഓടി വരുമ്പോൾ നമുക്കറിയാം. അതിലാണ് നമ്മൾ എടുത്തു പറയുന്ന ഒരു റീജൻ മോഡിലേക്ക് ഇത് വരുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ്. റീജൻ മോഡിലേക്ക് നമ്മൾ ഈ ഗിയർ നോബ് യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജി റീജനറേറ്റ് ചെയ്യാനുള്ള മോഡ് ഇട്ട് നമുക്ക് വാഹനം ഓടിക്കാം. അപ്പോൾ ബ്രേക്കിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അത് പൊതുവേ പല ആളുകൾക്കും താല്പര്യമില്ലാത്തൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഗിയർ നോബിൽ തന്നിട്ടുള്ളത്. ഗിയർ നോബ് നമുക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ഒരു ഫീൽ തരുന്നതാണ്. പിന്നെ ഈ ഒരു ഏത് ടെറൈനും ഒരു റെയിനി കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ഒരു ഓവർടേക്ക് ചെയ്യാനായാലും ഒക്കെ നല്ലൊരു പവർ ഈ വാഹനത്തിനുണ്ട്. നമുക്കൊരു വലിയ വണ്ടി ഓടിക്കുന്നൊരു ഫീലല്ല. നമുക്ക് ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്യാനും നമുക്ക് മാനുവർ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നമുക്ക് പലപ്പോഴും ഒരു പറ്റുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. ഒരു പവർ ഇല്ലാത്ത ഒരു ഫീലൊന്നും നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരു ഭയമൊന്നും ഇതിൽ ഉണ്ടാകുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ 150 bhp ആണ്. അതോടൊപ്പം തന്നെ ഒരു 310 Nm ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം അതിൻ്റെതായ ഒരു പവർ ശരിക്കും ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, മാനർ ചെയ്ത് പോകാം. ഒരുപാട് ലെങ്തിയർ ആയിട്ടുള്ളൊരു വണ്ടിയല്ല. ഒരു XUV 3XO നോർമലി അതിൻ്റെ ഒരു പെട്രോൾ ടൈപ്പ് വണ്ടി ഓടിക്കുന്നവർക്ക് അതിൽ നിന്ന് മാറുമ്പോൾ കുറച്ചുകൂടെ ഒരു പവർ ഡിഫറൻസ് ഉണ്ട്, കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട്. അതായത് EV ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീ ഫ്ലോ ഉണ്ട്, ആ ഒരു ഫീൽ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് നമുക്ക് നോക്കുമ്പോൾ ഒരു നോർമലി ഒരു ഏകദേശം ഒരു 14 ലക്ഷമൊക്കെയാണ് ഇതിൻ്റെ ഓൺ റോഡ് വരുന്നത്. ഒരു 13 ലക്ഷത്തി സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഇതൊരു 15 ലക്ഷത്തിലൊക്കെ നമുക്ക് 16 ലക്ഷത്തിലേക്ക് നമുക്ക് ഓൺ റോഡിൽ വാഹനം എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു ഗുണമാണ്. നമുക്കൊരു EV ഈ ഒരു സെഗ്മെൻറ്റിൽ എടുക്കും എന്ന് നോക്കുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡീസൽ വേരിയൻ്റുള്ള ചില ഹ്യുണ്ടായുടെ പോലെയുള്ള വാഹനങ്ങളൊക്കെ എടുക്കുന്നതിനേക്കാളും ഒരു വെന്യൂടെയൊക്കെ ഡീസൽ വേരിയൻ്റ് ആ ഒരു റേറ്റാണ്. അപ്പോൾ അതൊക്കെ എടുക്കുന്നതിനേക്കാളും നമുക്ക് ഈ ഒരു EV വേണമെങ്കിൽ പ്രിഫർ ചെയ്യാമെന്നുള്ളതാണ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, കുറച്ചുകൂടെ മോഡേൺ ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഒരു എക്കണോമിക്കലി നമുക്ക് ലാഭമുള്ള ഒരു മോഡലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. അല്ലാതെ നോക്കുമ്പോൾ തന്നെ ബ്രേക്കിംഗ് റെസ്പോൺസാണ്, ത്രൂ ഔട്ട് ഓടിക്കാൻ നല്ല വണ്ടിയാണ്, ലോങ് റൈഡിന് ഉപയോഗിക്കാം. അതായത് ഈ ഒരു ചാർജിങ്ങിൻ്റെ ഒരു കാര്യം വരുന്നതുകൊണ്ട് മാത്രമുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഒരു അത്യാവശ്യം കുറച്ച് ആവശ്യങ്ങൾക്ക് മാത്രം വണ്ടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനൊക്കെ വലിയ പറ്റിയ ഒരു വണ്ടിയാണ്. അല്ല നമുക്ക് ഇത് വേണ്ട, നമുക്കൊരു കുറച്ചുകൂടെ വലിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഹേന്ദ്രയുടെ ഒരു XUV 7XO എന്നുള്ള വേരിയൻറ്റ് വേണമെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാം. കാരണം അതിൻ്റെ ബേസ് വേരിയൻറ്റ് ഇതിൻ്റെ ഒരു പ്രൈസ് കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്, ഡിസിഷൻ എടുക്കുന്നതനുസരിച്ചാണ് വരുന്നത്. പക്ഷേ നോർമലി ഇത് കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു വണ്ടി കൂടിയാണ്. അങ്ങനെ തന്നെ നമുക്കത് പറയാൻ പറ്റും. ഏതായാലും റിയൽ ടൈം റേഞ്ച് എന്ന് പറയുന്നത് 285 ആണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ആ ഒരു റിയൽ ടൈം നമുക്ക് ഓടിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു റേഞ്ച് ആണെന്ന് പറയാം. കാരണം അതിൽ കുറഞ്ഞു പോകുന്നില്ല ആ റേഞ്ചിലേക്ക്. അങ്ങനെയുള്ളൊരു ഗുണം നമുക്കിതിൽ കാണാൻ പറ്റും.
പിന്നെയുള്ളത് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതിന് 360 ഡിഗ്രി ക്യാമറ ആയതുകൊണ്ട് സൈഡ് വ്യൂ ഒക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ ഇവിടെ കിട്ടും. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. അതൊക്കെയാണ് പ്രത്യേകിച്ചുള്ളൊരു കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ 360 ക്യാമറയുടെ പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം നമുക്ക് വലിയ ഉപകാരം ഉള്ള ഒരു സംഭവമാണ്. അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. മഹേന്ദ്രയുടെയൊക്കെ വാഹനങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ചേഞ്ചസ് ഒക്കെ ഉണ്ട്, വലിയ രീതിയിൽ അപ്ഡേറ്റഡ് ആയി നിൽക്കുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്, കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിളാണ്, നമുക്ക് നല്ല സ്മൂത്തായിട്ട് ബെൻഡ് ചെയ്ത് ഓടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇത് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ 4 പേർക്കും ഒരേപോലെ കംഫർട്ടബിളായിട്ട് ദൂരയാത്രകൾക്ക് പോകാൻ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ്. ആ ചാർജിങ്ങിൻ്റെ കാര്യം മാത്രമാണ് നമുക്ക് ഉള്ളത്. 1 മണിക്കൂറിൻ്റെ ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ അത് നോക്കാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ടും ഈ വണ്ടിയിൽ നോർമലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമുക്ക് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളത്. XUV 3XO EVയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ ഒരു പെർഫോമൻസും ബാക്കി കാര്യങ്ങളുമൊക്കെ. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് സ്പെഷ്യലി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ വണ്ടി നന്നായി തന്നെ ആലോചിക്കാം. അല്ല കുറച്ചുകൂടെ ഒരു ബിഗർ വേരിയൻറ്റ് നോക്കണമെങ്കിൽ മഹേന്ദ്രയുടെ ആ XUV 7XO എന്നുള്ള പെട്രോൾ വേരിയൻ്റൊക്കെ നമുക്കൊരു ബേസ് വേരിയൻറ്റ് ഈ പ്രൈസിൽ കിട്ടും. വേണമെങ്കിൽ അങ്ങനെ പ്രിഫർ ചെയ്യാമെന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് തിരുവനന്തപുരം പേരൂർക്കട വഴയിലുള്ള SS മഹേന്ദ്രയാണ്. ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.